മോളാണല്ലോ വരുന്നത്. ഇതെന്താ നേരത്തെ? എല്ലാം കഴിഞ്ഞ് വൈകിട്ട് താമസിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? എന്താ മോളെ, പരിപാടി നടന്നില്ലേ? അച്ഛനെന്നെ കളിയാക്ക? നിങ്ങളൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടാണോ രണ്ടാളും കോളേജിലേക്ക് വരാത്തെ? എന്താ മോളെ, എന്താ കാര്യം? കോളേജിൽ എന്തെങ്കിലും പ്രശ്നമായോ? ഞാൻ ഇനി കോളേജിലേക്കില്ല. പഠിപ്പ് നിർത്തുക, നാട് വിടാൻ പോവാ. നീ കാര്യം പറ, എന്താ സംഭവിച്ചത്? നീ ചേച്ചി കണ്ടില്ലേ? ചേച്ചി? അവൾ ആരാ? ലോകത്തെ ആദ്യത്തെ MLA യോ? അവളെ MLA ആക്കാനേ ഞാനും എന്റെ കൂട്ടുകാരികളും ഒക്കെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അതിനൊരു നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കാണിക്കില്ലായിരുന്നു. മതി, ബന്ധം തീർന്നു. എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചി ഇല്ല. നീ കാര്യം പറയടി. നിങ്ങളുടെ പുന്നാര മോളെ ഇന്ന് കോളേജിലെ ഫംഗ്ഷന് വന്നില്ല. അവസാന നിമിഷം കാല് മാറി, അത്ര തന്നെ. ശാരി മോളെ, വേണ്ട, എന്നെ തൊടണ്ട, മാറിലിക്കമ്മ. എന്തൊക്കെ ഒരുക്കങ്ങളാ നടത്തിയെന്നറിയോ? കോളേജിന്റെ ചുറ്റുപാടും നിറയെ അവളുടെ ഫ്ലെക്സുകള്, കട്ടൗട്ട്, ബാൻഡ്. പിള്ളേരെല്ലാം ചേച്ചിയുടെ പടമുള്ള പ്ലക്കാർഡും പിടിച്ച് ചേച്ചി വന്നിറങ്ങുമ്പോ ഫാൻസി ക്രാക്കേഴ്സ് പൊട്ടിക്കാനുള്ള അറേഞ്ച്മെന്റ്സും. ഒരു ഉത്സവം പോലായിരുന്നു ഒരുക്കങ്ങള്. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ മോളെ? അച്ഛാ, ഇനി ഞാൻ കോളേജിൽ പോവില്ല. എനിക്ക് അവിടെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. ഇന്ന് വരാൻ പറ്റില്ല എന്നുള്ള ഒറ്റ ഫോൺ കോളില് ചേച്ചി എന്റെ പഠിത്തം അവസാനിപ്പിച്ചു. മോളെ, അത് ദേവിക്ക്. അമ്മ അവളെ ന്യായീകരിക്കാൻ എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്കാകെ ഭ്രാന്തടിച്ച് നിക്ക. ആദ്യം കരുതിയത് പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്ന നന്ദേട്ടൻ അസുഖമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ചെവിയിലേക്ക് ഒന്നും കേറിയില്ല. കണ്ണിലേക്ക് ഇരുട്ട് കയറി, ചുറ്റുപാടൊക്കെ മങ്ങി. ഞാൻ തല കറങ്ങി അവിടെ ഇരുന്നു പോയി. മോളെ, ദേവിക വന്നില്ലെങ്കിൽ അതിനർത്ഥം അതിന് തക്കതായ കാരണമുണ്ടെന്നാ. അത്രയും ഗൗരവമുള്ള എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അമ്മ, എനിക്ക് സംഭവിച്ചതൊന്നും പറയാനില്ലേ? മൂത്ത മോളെ ന്യായീകരിക്കുക. മോളെ, അതല്ല. മാറി നിക്കമ്മേ. അച്ഛാ, മനഃപൂർവ്വം അവള് വരാത്ത ജാട കാണിക്കാൻ വേണ്ടി. നിന്റെ മുമ്പിൽ ജാട കാണിച്ചിട്ട് അവക്ക് എന്ത് കിട്ടാനാ മോളെ? എന്നാ ഞാൻ കല്യാണം ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞെന്റെ ദേഷ്യം. ഒരു കോളേജിനെയും അവിടുത്തെ 10,000-2000 പിള്ളേരുടെ മുഖത്ത് അവള് കരിവാരി തേച്ച്. അവൾക്ക് വേണ്ടി ജയ് വിളിച്ച പിള്ളേര് അവളുടെ അഹങ്കാരം കൈയും കെട്ടി കണ്ടിരിക്കുമെന്നാണ് അമ്മ കരുതുന്നേ. എവിടെ ഇല്ലാത്തൊരു MLA. ഇനി അമ്മ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് കണ്ടോ? മതിയായി എനിക്ക്. എടി മോളെ, എനിക്കൊന്നും കേക്കട്ടോ. ശാരി, ശാരി. ദേവി എന്താ മാധവേട്ട അങ്ങനെ ചെയ്തേ? മോക്ക് എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിരക്കുണ്ടായി കാണും. അങ്ങനെ കാരണം എന്താന്ന് പറയണ്ടേ? ഇതിപ്പോ ശാരി കോളേജിലൊക്കെ നാണം കിട്ടില്ലേ മാധവേട്ട?